അമേരിക്കൻ മണ്ണിൽ വീണ്ടും അത് സംഭവിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് അമേരിക്കയുടെ മണ്ണിൽ ആദ്യമായി അത് നടന്നത്. ഇൻഡ്യാനാപോളിസിലെ ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയം ഇതിന് വേദിയായി. സീറോ മലബാർ സഭ ക്രമത്തിൽ ഉൾപ്പെടെ വിവിധ വിശുദ്ധ കുർബാനകൾ, ദിവ്യകാരുണ്യ ആരാധന, പ്രഭാഷണങ്ങൾ, ശില്പശാലകൾ, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവ ഇതിൻ്റെ ഭാഗമായി നടന്നു. പറഞ്ഞു വന്നത് അമേരിക്കയിലെ ദശലക്ഷക്കണക്കിന് വിശ്വാസികളെ ദിവ്യകാരുണ്യത്തിലേക്ക് അടുപ്പിച്ച ദിവ്യകാരുണ്യ കോൺഗ്രസിനെ കുറിച്ചാണ്. 4 വർഷങ്ങൾക്ക് ശേഷം ദിവ്യകാരുണ്യ കോൺഗ്രസ് വീണ്ടും നടത്തുവാൻ തീരുമാനമായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. യൂക്കാരിസ്റ്റിക് കോൺഗ്രസ് CEO ജെയ്സൺ ഷാങ്സ് CNAക്ക് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ ഇങ്ങനെ കുറിച്ചു: 2029 11ാമത് ദേശീയ യൂക്കാരിസ്റ്റിക് കോൺഗ്രസിന് തയ്യാറെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ഞങ്ങൾ ആരംഭിച്ചു. ദിവ്യകാരുണ്യത്തിലുള്ള വിശ്വാസം വീണ്ടും ആഘോഷിക്കുന്നതിനായി അമേരിക്കൻ സഭ വീണ്ടും ഒന്നിക്കുന്നതിന് ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, കർത്താവ് ഈശോ മിശിഹായുടെ കുരിശിലെ ത്യാഗബലിക്ക് 2000 വർഷം തികയുന്ന 2033 അടുത്ത ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ഇതിൽ മാറ്റം വരുത്തിയാണ് 2033 ജൂബിലി വർഷത്തിന് മുൻപ് മറ്റൊരു ദിവ്യകാരുണ്യ കോൺഗ്രസ് കൂടി നടത്തുവാൻ സഭാ നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ മണ്ണിൽ നടന്ന ആദ്യ ദിവ്യകാരുണ്യ കോൺഗ്രസിനാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇൻഡ്യാനാപോളിസിലെ ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയം വേദിയായത്. വിവിധ ഇടങ്ങളിൽ നിന്നായി നിരവധി പേരാണ് അന്നവിടെ സന്നിഹിതരായത്. കഴിഞ്ഞ വേനൽക്കാലത്ത് ഇൻഡ്യാനാപോളിസിൽ നടന്ന ഒത്തുചേരലിൽ നിന്ന് ലഭിച്ച കൃപയിൽ പടുത്തുയർത്താൻ അനേകർ ഉത്സുകരാണെന്നും മുൻപത്തെ ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുകയും മധ്യസ്ഥത വഹിക്കുകയും ചെയ്തത് എണ്ണമറ്റ വ്യക്തികളാണെന്ന് തിരിച്ചറിയുന്നുണ്ടെന്നും CEO ജെയ്സൺ ഷാങ്സ് പറഞ്ഞു. തങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കാൻ, തങ്ങളോടൊപ്പം ചേരാൻ സഭാമക്കളെ ക്ഷണിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ഭാഗമായി കാലിഫോർണിയ, കണക്റ്റിക്കട്ട്, മിനസോട്ട, ടെക്സാസ് എന്നിവിടങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് 4 തീർത്ഥാടന റൂട്ടുകളിലായി 6500 മൈൽ കാൽനട ദിവ്യകാരുണ്യ തീർത്ഥാടനം നടന്നിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്.